ചെവിയിൽ പാമ്പ് കയറിയ ഒരു വീഡിയോ നാം കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതിന്റെ യഥാർത്ഥ കഥയൊന്ന് നമുക്ക് കേൾക്കാം. അമ്പാടി വീട്ടിൽ ലിബിനയുടെ ചെവിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉഗ്രവിഷമുള്ള പാമ്പിനെ പിടികൂടിയെന്ന വ്യാജ വാർത്ത. ബാക്കി തുടർന്ന് ഇങ്ങനെ പറയുന്നു. ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു സംഭവം. സ്വന്തം വീട്ടിൽ കട്ടിലിൽ കിടന്നതായിരുന്നു. ഫയർഫോഴ്സ് ഫോറസ്റ്റുകാരും ചേർന്നാണ് പാമ്പിനെ പുറത്തെടുത്തത്. ഭാഗ്യത്തിന് കടിയേറ്റില്ല. പുറത്തെടുത്ത മണിക്കൂറുകൾക്കകം പാമ്പ് വള്ളിക്കട്ടൻ അഥവാ വളായരപ്പൻ ചത്തു. പകൽ ഉറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. പുറത്ത് ചൂട് കൂടുമ്പോൾ പാമ്പുകൾ തണുപ്പ് തേടി വീട്ടിലേക്ക് വരും. എല്ലാവരും വീടിന് ചുറ്റും മണ്ണെണ്ണ, ഡീസൽ എന്നിവ തെളിക്കുവാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞെന്നും കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഗോൾഡ് റിംഗ്ഡ് കാറ്റ് സ്നേക്ക് ബൊയ്ഗ ഡെൻഡ്രോഫില. ഇതിൻ്റെ കുഞ്ഞിനെ വെച്ചായിരുന്നു ഈ നാടകം അരങ്ങേറിയിരുന്നത്. ആ വീഡിയോ ഇന്നും നെറ്റിൽ കിട്ടും. ഒരു മനുഷ്യൻ്റെ ചെവി എന്നാൽ എന്താണെന്നാണ് ഇത്തരക്കാർ മനസ്സിലാക്കി വെച്ചത്. ഒരു ബഡ്സ് തിരുകാൻ പോലും പ്രയാസപ്പെടുന്ന ദ്വാരത്തിൽ കൂടി പാമ്പ് കയറിപ്പോയി അകത്തു കയറിയ ശേഷം പാമ്പ് തിരിച്ചു വന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം. ക്രൂരത എന്ന് പറഞ്ഞല്ലോ, അതേ പാമ്പിനോട് ചെയ്യുന്ന വലിയ ക്രൂരത തന്നെയാണിത്. നമുക്കറിയാം പാമ്പുകൾ ശീതരക്തജീവിയാണെന്ന്. തലയേറ്റുപോയാലും മണിക്കൂറോളം അവയിൽ ജീവൻ നിലനിൽക്കുമെന്നതും. ഇതിനാൽ കഴുത്തിന് താഴെ പാമ്പിനെ മുറിച്ച് ചെവിയിൽ തിരുകി കയറ്റി വെക്കുന്നു. പിന്നീടാണ് വീഡിയോയിൽ കാണുന്ന നാടകം അരങ്ങേറുന്നത്. വീഡിയോയിൽ കാണുന്നത് ബംഗ്ലാദേശ്, മ്യാൻമർ, തായ്ലൻഡ്, മലേഷ്യ, ചൈന, കംബോഡിയ, വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന നമ്മുടെ നീർക്കോലിയുടെ അതേ ജനുസിൽ വരുന്ന ഒട്ടും വിഷമില്ലാത്ത യെല്ലോ സ്പോട്ടഡ് കീൽബാക്ക് ഫോവലിയ ഫ്ലാവി പുൻടാക്റ്റ എന്നതിൻ്റെ കുഞ്ഞാണ്. ഈ വീഡിയോ ചിത്രീകരിച്ചത് മലേഷ്യയിൽ നിന്നാണ്. 2ഉം 3ഉം പാർട്ടായിട്ടാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. തലഭാഗം വെച്ച് കളിക്കുന്നതായിട്ടും മറ്റൊന്ന് വാൽഭാഗം ചെവിയിൽ തിരികെ കയറ്റി കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന വ്യാജ വീഡിയോകൾക്ക് പിന്നിൽ ഇതാണ്.